ഷാഫി ഉടൻ തന്നെ സ്റ്റേജിലേക്ക് എത്തേണ്ടതാണ്. അപ്പോൾ ഇലക്ഷൻ പ്രചാരണം ചൂട് പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനേക്കാൾ ചൂട് പിടിക്കുന്ന ഒരു സ്ഥലമുണ്ട്, പാലക്കാട്. പാലക്കാടിലേക്ക് നോക്കുകയാണെങ്കിൽ രമേശ് പിഷാരടിക്ക് വേണ്ടി ഇലക്ഷൻ പ്രചാരണത്തിൽ ഇറങ്ങിയിരിക്കുന്ന ഷാഫി പറമ്പിൽ, അവിടെ മുൻ MLA ആണ്, നാട്ടുകാരുടെ പ്രിയപ്പെട്ട ഒരു വ്യക്തിയാണ് ഷാഫി പറമ്പിൽ. ആ ഷാഫി പറമ്പിലിന്റെ ജനപ്രീതിയിൽ വിരളി പൂണ്ട രാഷ്ട്രീയ ശത്രുക്കള് തീർച്ചയായും. അപ്പോൾ എന്തുകൊണ്ടാണ് അവർക്ക് ഈ ഷാഫിയുടെ ജനപ്രീതിക്കെതിരെ ഒരു അസഹിഷ്ണുത? അതെ, അസഹിഷ്ണുത അല്ല, അത് അതിനകത്തുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ ഷാഫി പറമ്പിൽ പാലക്കാടത്തെ മുൻ MLA ആണല്ലോ. ഷാഫി ഇപ്പോൾ ഏതാണ്ട് 10 വർഷത്തിന് അടുത്താകുന്നു പാലക്കാടിൻ്റെ MLA ആയി കഴിഞ്ഞിട്ട്. കാര്യം ആദ്യത്തെ തവണ നമ്മൾ പാലക്കാട് ഷാഫി MLA ആകുന്ന സമയത്ത്, അതിനു മുമ്പ് MLA ആയി MLA ആകാനായി പാലക്കാട് മത്സരിക്കുമ്പോഴത്തേക്ക് ചുവന്ന കോട്ടയായിരുന്ന പാലക്കാട് അന്ന് പിന്നെ CPM-ന്റെ സ്ഥാനാർത്ഥിയായി ഒരു KK ദിവാകരനാണ് മണ്ഡലം പിടിച്ചിരുന്നത്. അതായത് CPM-ന്റെ ചുവന്ന കോട്ടയിലേക്ക് ഷാഫിയെ, യുവാവായ ഷാഫി പറമ്പില്ല, അന്ന് KSU നേതാവായിരുന്നു ഷാഫി. ഉമ്മൻചാണ്ടി, നമ്മളെ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി കണ്ടെത്തിയ നേതാവാണ്. അപ്പോൾ ഷാഫി അവിടെ അന്ന് മത്സരിച്ച് ജയിച്ചത് വെറും വളരെ തുച്ഛമായൊരു വോട്ടിനായിരുന്നു. പിന്നീട് അടുത്ത തവണ അദ്ദേഹം വീണ്ടും മത്സരിക്കുമ്പോൾ ഈ മെട്രോമാൻ ശ്രീധരന് വന്ന് മത്സരിക്കുന്നുണ്ടായിരുന്നു. ശ്രീധരൻ്റെ കൂടെ മത്സരിക്കുമ്പോഴും അദ്ദേഹത്തിന് ഒരു കുറഞ്ഞ ഭൂരിപക്ഷമാണ് കിട്ടിയത്. പിന്നീട് ഇങ്ങോട്ട് പാലക്കാട് ഷാഫിക്ക് വോട്ട് കിട്ടുന്നത് അത് മറുപക്ഷത്തു നിന്ന്, മറ്റു രാഷ്ട്രീയത്തിൽ നിന്നാണ് കിട്ടിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഇപ്പോൾ ഷാഫിയെ പാലക്കാട് നിന്ന് പറിച്ചു നട്ടത് വടകരയിൽ ലോക്സഭ ഇലക്ഷനിലേക്ക്. അപ്പോൾ അവിടെ ശരിക്കും VD സതീശൻ്റെ ഒരു സർജിക്കൽ സ്ട്രൈക്ക് ആയിരുന്നു ഇത്തരത്തിൽ ഷാഫിയെ വടകര നിർത്തിയത്, ലോക്സഭയിൽ നിർത്തിയത്. അതെ, അവിടെ അവരുടെ ഏറ്റവും തലമുതിർന്ന നേതാവായിരുന്ന ശൈലജയാണ് തോപ്പിച്ചത്. അതും CPM-ന്റെ കോട്ടയിലാണ്. വലിയ ഭൂരിപക്ഷത്തോടെയാണ് അദ്ദേഹം ജയിച്ചത്. അതെ, 1 ലക്ഷത്തിന് അടുത്ത വോട്ടിലാണ് ഇത്തരത്തിൽ ഷാഫി ജയിക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ ഈ ജനപ്രിയത കണ്ട് വെറി പൂണ്ട് നിൽക്കുവാണ് മറുപക്ഷത്ത് CPM. അപ്പോൾ ഇവിടെ നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം, കോൺഗ്രസ് പാർട്ടിക്കകത്ത് ഇങ്ങനെ ജനപ്രിയത ഷാഫിക്ക് ഉണ്ടാകുമ്പോൾ, ഷാഫി ഉൾപ്പെടെ ഒരു കൂട്ടം യുവാക്കളായ നേതാക്കൾക്ക് ഉണ്ടാകുന്നുണ്ട്. ഇവിടെ നമ്മൾ ഇടതുപക്ഷത്ത് പിന്നെ എത്ര നേതാക്കൾ നമുക്ക് പറയാൻ കഴിയും? നമുക്കിപ്പോൾ യുവാക്കളായിട്ട് എത്ര പേര് നമുക്ക് പറയാൻ കഴിയും? എത്ര നേതാക്കൾ ഇപ്പം നമുക്ക് എടുത്തു പറയാം? കാര്യം പ്രതിപക്ഷത്തിരിക്കുമ്പോഴാണ് ഇത്രയും നേതാക്കൾ. ഇപ്പം നമുക്ക് പ്രതിപക്ഷ പാർട്ടിയായി കോൺഗ്രസ് ഇരിക്കുമ്പോഴാണ് നമ്മൾ അബിൻ വർക്കി വരുന്നത്, VT ബൽറാം വരുന്നത്, ഷാഫി പറമ്പിൽ വരുന്നത്, രാഹുൽ മാങ്കൂട്ടം വരുന്നത്, അലോഷ്യസ് വരുന്നത്, ഇങ്ങനെ നിരവധി പേരുണ്ട്. നമുക്ക് CPM-ൽ DYFI-ൽ എത്ര മുഖങ്ങളുണ്ട്? അവർക്ക് അവരുടെ വലിയേട്ടന്മാരാണ് ഭരിക്കുന്നത്. ആകെ അറിയുന്നത് നമ്മുടെ ആർഷോ എത്ര സമര പരിപാടികളുണ്ട്. ആർഷോ സമരത്തിന് SFI-ക്കാരെ തന്നെ തല്ലിയ കഥയുണ്ട് യൂണിവേഴ്സിറ്റി കോളേജിനകത്ത്. ശരിയാണ്, ASF-ലെ ഒരു വനിതാ പ്രവർത്തകയെ പരസ്യമായി തല്ലി തെറി വിളിക്കുകയും ചെയ്ത ഒരു ആളാണ്. അതെ, അപ്പൊ ആർഷോയെ സംബന്ധിച്ച് എന്തൊരു ഇതാണുള്ളത് ഈ പറയുന്ന വിദ്യാർത്ഥി രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ ആർഷോയ്ക്ക് എന്ത് വിലയാണുള്ളത്? ആർഷോ പാലക്കാടുകാരനാണ്. ആർഷോ പൊതുവേദിയിൽ ജനത്തിന്റെ മുമ്പിലാണ് PK ശശി എന്ന് പറയുന്ന അവരുടെ ഒരു മുതിർന്ന നേതാവ്. അദ്ദേഹം ഇപ്പൊ അവിടെ നിന്ന് പാർട്ടിയിൽ നിന്ന് പുറത്തായി. അദ്ദേഹത്തിന് വെല്ലുവിളിക്കേണ്ടി ചെയ്ത്, അതിനിവിടെ ആരും ശാസിക്കുക പോലും ചെയ്തില്ല ആർഷോയെ. അപ്പം നമുക്ക് ഇതിൽ ഈ പറയുന്ന ഷാഫിയുടെ ജനപ്രിയതയെ പറയുമ്പോൾ CPM-നകത്ത് ജനപ്രിയരായിട്ടുള്ള നേതാക്കൾ ഉണ്ടാകുമ്പോൾ അവർ വല്ലാതെ അസ്വസ്ഥരാകും. CPM-ന്റെ സംഘടനയ്ക്കകത്തൊരു അസ്വസ്ഥതയുണ്ടാവും. അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? CPM-നകത്ത് അതൊരു ഏറ്റവും വലിയ, ഈ അടുത്ത ഒരു 20 വർഷത്തിനിടയ്ക്ക് CPM-നകത്ത് ഉണ്ടായിട്ടുള്ള ഏറ്റവും വലിയ വിഷയമാണ്. തന്നെക്കാൾ വലുതാകുമെന്ന്, ജനപ്രിയത ഒരു നേതാവിന് നേടുമ്പോൾ അത് സംഘടനയ്ക്കൊരു അസ്വസ്ഥത ഉണ്ടാകുന്നുണ്ട്, അല്ലേ? അതെ അതെ, അങ്ങനെ എടുത്തു പറയാൻ നമുക്ക് ഒരുപാട് നേതാക്കളില്ലേ. ഇപ്പൊ സുരേഷ് കുറുപ്പ് അറിയില്ലേ? അതെ, സുരേഷ് കുറുപ്പിന്റെ ചരിത്രം പരിശോധിച്ചാൽ സുരേഷ് കുറുപ്പ് SFI നേതാവ് ആയിരിക്കുമ്പോഴാണ് അദ്ദേഹത്തെ മത്സരിക്കാനായി ഈ പാർട്ടി കൊണ്ടുവന്നത്. പാർട്ടി ഇങ്ങനെ ചിലരെ കൊണ്ടുവരും, നിർത്തും, മത്സരിപ്പിക്കും, വിജയം നേടും, അപ്പോഴത്തേക്ക് തന്നെ അവരെ അങ്ങ് അണ്ടർലൈൻ ചെയ്യും, പിന്നീട് അയാളെ കോർണർ ചെയ്യും, ഹരാസ് ചെയ്യും, ഒതുക്കും, അവസാനം അയാൾ ഉയരും കൊണ്ട് ആ പാർട്ടിയിൽ നിന്ന് ഇറങ്ങി പോവേണ്ടി വരും. വെട്ടിനിരത്തലല്ല, അതൊരു മെന്റൽ ഹരാസ്മെന്റ് ആണ് ഇവരുടെ ഒരു രീതി എന്ന് പറയുന്നത്. ഇപ്പോൾ സുരേഷ് കുറുപ്പിനെ ചെയ്ത ഒറ്റ അപരാധം, അദ്ദേഹം ഒരു വില കൂടിയ കുറച്ച് ഷർട്ടുകളൊക്കെ ഇട്ട് പാർട്ടി പരിപാടികളൊക്കെ വരുന്നുണ്ട്, അതാണ്. എന്നാൽ വേറെ ചിലർക്ക് അതൊക്കെ ആവാം, അല്ലേ? ഇപ്പൊ ആഞ്ചലോസ് എന്ന് പറയുന്ന ആലപ്പുഴയിൽ ഒരു യുവനേതാവ് ഉണ്ടായിരുന്നു, TJ ആഞ്ചലോസ്. മത്സ്യത്തൊഴിലാളി കുടുംബത്തിൽ നിന്ന് വന്ന ഒരാളായിരുന്നു. അദ്ദേഹത്തിനെ ഇവർ പാർട്ടി മത്സരിപ്പിച്ചു. ആദ്യം മാരാരിക്കുളത്ത് മത്സരിച്ചു, MLA ആയി, പിന്നീട് അദ്ദേഹത്തിനെ MP ആയിട്ട് വരെ അദ്ദേഹത്തിനെ ജയിപ്പിച്ചു. പിന്നീട് അങ്ങോട്ട് നോക്കുമ്പോൾ അയാൾ അങ്ങ് അനഭിമിതനാവുകയാണ്. അവർക്ക് ആർക്കും ഒരു താല്പര്യമില്ല, അദൃശ്യനായി. അദ്ദേഹം ഇപ്പോൾ CPI-യിലാണ്. ഈ G സുധാകരൻ തന്നെ പറഞ്ഞു, പിന്നെ ഈ VS തോറ്റതിനെ കുറിച്ച്
VS തോൽപ്പിച്ചതാണ് എന്ന് പറഞ്ഞുകൊണ്ട് മാരാരിക്കുളത്ത് തോൽപ്പിച്ചതിനകത്ത് അന്ന് ആന്റണി എന്ന് പറയുന്ന ഒരു കോൺഗ്രസ്സുകാരനാണ് ജയിക്കുന്നത്. അത് ഈ പാർട്ടി എൻ ബ്ലോക്കായിട്ട് തിരിഞ്ഞു കുത്തിയാണ് VS തോൽപ്പിക്കുന്നത്. അന്ന് വിഭാഗീയത കൊടികുത്തി വാഴുന്ന കാലം. അന്ന് മാരാരിക്കുളത്ത് ഈ ആഞ്ചലോസ് കൂടെ കളിച്ചാണെന്ന് പറഞ്ഞൊരു കള്ള റിപ്പോർട്ടുണ്ടായി. അത് ജി സുധാകരൻ പറഞ്ഞു അത് തെറ്റാണ്, അത് മാരാരിക്കുളത്ത് അന്ന് ആഞ്ചലോസിന് പങ്കില്ലെന്ന് പിന്നീട് പറയേണ്ടി വന്നു. അപ്പോൾ അങ്ങനെ ജനപ്രിയരെ പിന്നെ നമ്മുടെ AP അബ്ദുള്ളക്കുട്ടി അതറിയാവോ? AP അബ്ദുള്ളക്കുട്ടി തെറ്റെന്താ? AP അബ്ദുള്ളക്കുട്ടി ഒരു സാധാരണ മുസ്ലിം കുടുംബത്തിൽ നിന്ന് കണ്ണൂർ അവർ സ്ഥാനാർത്ഥിയായി നിർത്തിയതാണ്. അബ്ദുള്ളക്കുട്ടി അത്ഭുതക്കുട്ടിയായ ചരിത്രമുണ്ട് അല്ലേ? അത്ഭുതക്കുട്ടി എന്നാണ് അത്. അത്ഭുതക്കുട്ടിയായെന്ന് പറഞ്ഞാൽ അവിടെ കോൺഗ്രസ് കോട്ടയിലാണ് കണ്ണൂർ അബ്ദുള്ളക്കുട്ടിയെ നിർത്തിയിരുന്നത്. ഇന്ന് അബ്ദുള്ളക്കുട്ടി എവിടെ നിൽക്കുന്നു? ഇന്ന് BJP. അപ്പം നമ്മൾ ഇത്രേ പറയുന്നുള്ളൂ. CPM സംബന്ധിച്ച് നമ്മൾ കോൺഗ്രസിനെയും CPM സംബന്ധിച്ച് താരതമ്യം ചെയ്യുമ്പോൾ ഷാഫിയുടെ ജനപ്രിയത കോൺഗ്രസിനകത്ത് ഒരു പാർട്ടിക്കകത്ത് ആർക്കും ഒരു കല്ലുകടിയില്ല. നേരെ മറിച്ച് CPM ഇപ്പോൾ VS ജനപ്രിയതയാണ് പിണറായി ഉൾപ്പെടെയുള്ള നേതാക്കളെ വല്ലാതെ അലോസരപ്പെടുത്തിയത്, അസ്വസ്ഥരാക്കുന്നുണ്ട് അല്ലേ? അവരെ അലോസരപ്പെടുത്തിയതാണ്. ഇപ്പൊ അദ്ദേഹത്തിന് സീറ്റ് നഷ്ടമാകുന്നു. ഇവിടെ പൊതുജനം പാർട്ടിയുടെ അനുഭാവികളാണ്, പാർട്ടിയുമായി ചേർന്ന് പാർട്ടി മെമ്പർഷിപ്പ് ഉള്ളവരല്ല, അനുഭാവികൾ നിരത്തിലിറങ്ങി ആവശ്യപ്പെട്ട് പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ച് കേന്ദ്ര കമ്മിറ്റി അംഗീകരിച്ച് സ്ഥാനാർത്ഥി പട്ടിക കഴിഞ്ഞ് വന്ന് അതിലില്ലാത്ത VS പിന്നീട് ഒന്നുകൂടി ഒരു തിരുത്ത് വരുത്തി അവിടെ നിന്ന് അദ്ദേഹത്തിനെ സ്ഥാനാർത്ഥിയാക്കേണ്ട അവസ്ഥയുണ്ടായി അല്ലേ? അപ്പോൾ അത് ഈ പറയുന്ന അദ്ദേഹത്തിൻ്റെ ജനപ്രിയത കൊണ്ടാണ്. ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാണ് VS മരണം. എൻ്റെ വീടിൻ്റെ തൊട്ടപ്പുറത്തായിരുന്നു അന്ന് VS മരണസമയത്ത് അദ്ദേഹം തിരുവനന്തപുരത്ത് താമസിച്ച വീട്. അവിടെ കണ്ണൂരിൽ നിന്ന് വന്ന നിരവധി MLA ഈ മേജത്തി ചവിട്ടിയത് പോലെയാണ് അവിടെ നിൽക്കുന്നത്. കാര്യം അവർക്കിത് കണ്ടിട്ട് സഹിക്കുന്നില്ല, VS ഒരു ജനപ്രിയത കണ്ടിട്ട് സഹിക്കുന്നില്ല. അപ്പോൾ അങ്ങനെ ജനപ്രിയതയെ സ്വന്തം പാർട്ടിക്കകത്ത് ഇഷ്ടമില്ലായ്മയുള്ള CPM കമ്പയർ ചെയ്യുമ്പോൾ ഷാഫിയുടെ ജനപ്രിയത അല്ലേ? അത് നിങ്ങൾക്ക് പറയാനില്ലേ? ഷാഫി എന്ന നേതാവിൻ്റെ ആ ഒരു ഉയർച്ചയെക്കുറിച്ച് നിങ്ങൾക്ക് അത് പറയാനില്ലേ? അദ്ദേഹത്തിൻ്റെ ആ ജനപ്രിയതയുടെ ഓരോ ഘട്ടങ്ങൾ പറയാനില്ലേ? തീർച്ചയായും അല്ലേ? അപ്പോൾ അതൊന്ന് ഓർത്തെടുത്താൽ ഒന്ന് ആലോചിച്ച് നോക്കി. അദ്ദേഹം ആ കറുത്ത ഉടുപ്പൊക്കെ ഇട്ടുകൊണ്ട് പ്രതിഷേധിച്ചുകൊണ്ട് സഭയിലേക്ക് വന്ന രംഗമൊക്കെ ഒരു സമയത്ത് ഒരുപാട് വൈറലായിട്ടുള്ള ഒരു കാര്യമായിരുന്നു. അതായത് മുഖ്യമന്ത്രിയെ കരിങ്കൊടി കാണിച്ചവരെ ക്രൂരമായി മർദ്ദിക്കുന്ന ഒരു സംഭവം. അത് പോലീസും പാർട്ടി പ്രവർത്തകരും ചേർന്നായിരുന്നു മർദ്ദനം. ഇതിനെതിരെയുള്ള പ്രതിഷേധാർഹം ചാണ്ടി ഉമ്മനും ഷാഫി പറമ്പിലും നിയമസഭയിൽ കറുത്ത ഷർട്ടിട്ട് പ്രതിഷേധിച്ച ഒരു സമയം ഉണ്ടായിരുന്നു. നമ്മളെല്ലാവരും കണ്ടതാണത്. അതിനും ഏറ്റവും കൂടുതൽ മുതിർന്നത് ഷാഫി പറമ്പിലിന്റെ ഒരു എന്താ പറയാ ഒരു സംഘടനാപരമായ ആർജവം ചങ്കൂറ്റം കൊണ്ട് തന്നെയാണ്. തീർച്ചയായിട്ടും. അത് കഴിഞ്ഞ് നമ്മളിപ്പോൾ ഈ അടുത്തിടയ്ക്ക് നമ്മൾ കണ്ടൊരു കാര്യമുണ്ട്. പേരാമ്പ്രയിൽ ഷാഫിയെ പോലീസുകാർ വരെ ഒരു MP ആണ്. അതെ, പോലീസിന്റെ ലാത്തി കൊണ്ട് മൂക്കിന്റെ പാലം പോയി വിവരമൊക്കെ അദ്ദേഹത്തിന് മുറിവേറ്റിട്ട് അതിനെ പരിഹസിച്ച ഇടത് അനുകൂലികളുണ്ട്. പക്ഷെ ആ സമയത്ത് ചെറിയൊരു കരിങ്കൊടിയുടെ കാറ്റ് കൊണ്ട് പെടലിക്ക് ക്ഷതമേറ്റ വീണ സപ്പോർട്ട് ചെയ്തവരാണ് അവർ. തീർച്ചയായിട്ടും. അപ്പോൾ ഇത്തരത്തിൽ ഷാഫി പറമ്പിലിന്റെ ജനപ്രിയതയിൽ എന്നല്ല, കോൺഗ്രസിനകത്തെ യുവ നേതാക്കളുടെ ജനപ്രിയതയിലും വല്ലാതെ വെറിവുകൊണ്ടാണ് ഈ പാർട്ടി CPM പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് നമ്മുടെ ഈ കേരള രാഷ്ട്രീയത്തിൻ്റെ ഒരു ചരിത്രം നമ്മൾ നോക്കുമ്പോൾ 1970-കളിലാണ് AK ആൻ്റണി, വയലാർ രവി, G കാർത്തികേയൻ ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള യുവനിര കോൺഗ്രസിലേക്ക് കടന്നു വരുന്നത്. അപ്പോൾ ഈ CPM ഏറ്റവും വലിയ പ്രത്യേകത സ്ത്രീ വിഷയ കഥകൾ ചാർത്തി കൊടുത്താണ് അവരുടെ പാർട്ടിയിൽ തന്നെ ആൾക്കാരെ അവർ വെട്ടിയിട്ടുള്ളത്. അപ്പോൾ സ്ത്രീ വിഷയ കഥകൾ ഉണ്ടാക്കാൻ അവരെ പോലെ കഴിവുള്ളവർ വേറെ ലോകത്തില്ല. അങ്ങനെ ഇവരെയൊക്കെ അങ്ങനെ ഏതെല്ലാം തരത്തിൽ അവർക്ക് അവമതിപ്പുണ്ടാകാമെന്ന് ഗവേഷണം നടത്തിയവരാണ് ഈ CPM. അത് വർഷങ്ങളായിട്ട് അവർ തുടർന്നു വരികയാണ്. അതിന് ഉദാഹരണമാണ് ഇപ്പോൾ ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയത്തിൽ കേസുണ്ടോ എന്ന് ചോദിച്ച് നടക്കുന്ന ഒരു ഗതിയിലേക്ക് അവർ പോയത്. അത് മെയിൽ വഴി പരാതി സ്വീകരിച്ച് അതെ ഉടനടി പോലീസിൽ FIR ഇട്ട് കഴിഞ്ഞു. അതെ, അപ്പൊ അങ്ങനെ കേസുള്ളവർ വരൂ, എന്തെങ്കിലും ആരോപണമുള്ളവർ വരൂ എന്ന് പറഞ്ഞ് പെട്ടെന്ന് തന്നെ SIT സംഘത്തെ രൂപീകരിച്ച് വളഞ്ഞിട്ട് പിടിച്ച് രാത്രിക്ക് രാത്രി ഹോട്ടലിൽ പോയി അറസ്റ്റ് ചെയ്ത്, അപ്പോൾ അത് അവരുടെ അല്ലാത്തവരെ വളഞ്ഞിട്ട് പിടിച്ച് ആക്രമിക്കുന്ന രാഷ്ട്രീയ പ്രതിയോഗികളെ നശിപ്പിക്കുന്ന ഒരു സ്റ്റൈലിലേക്ക് പോകുന്ന പാർട്ടി. ഷാഫിക്കെതിരെ എത്ര ഗവേഷണം നടത്തിയിട്ടും ഇന്നുവരെ ഒന്നും കിട്ടിയിട്ടില്ല. ഷാഫി എന്ന യുവ നേതാവിനെ CPM അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ലെങ്കിൽ കോൺഗ്രസിലെ യുവജനതയെ ഇവർ വല്ലാതെ ഭയക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഭയക്കുന്നുണ്ട്. മറിച്ച് ജനപ്രിയതയെ അവരുടെ നേതാക്കളുടെ ജനപ്രിയതയെ തന്നെ വല്ലാതെ അസൂയയോടെ അസഹിഷ്ണുതയോടെ കാണുന്ന CPM അവരുടെ സ്വന്തം പാർട്ടിയിൽ ഉള്ളപ്പോൾ ഷാഫിയുടെ ജനപ്രിയതയിൽ
വളരെ ഷാഫിയെ എങ്ങനെ ഉയർത്തിക്കൊണ്ടുവരാമെന്നാണ് കോൺഗ്രസിൻ്റെ ഇപ്പോഴത്തെ സംഘം നോക്കുന്നത്.